ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ ഏരിയയിലുള്ളത്. ഇവിടെ മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 30 മീറ്റർ മാത്രം മാറിയിട്ട് കിഴക്ക് ദർശനത്തോട് കൂടിയ ഒരു ഇരുനില വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ടോട്ടലി 2000 സ്ക്വയർ ഫീറ്റിനകത്ത് 4 ബെഡ്റൂമോട് കൂടിയതും അതുപോലെ തടിയും വാർഡ്രോബും എല്ലാം തേക്കിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുനില വീടാണ്. അപ്പോൾ നിങ്ങൾ 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഈ ഒരു ഏരിയയിൽ വീട് നോക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ ഇവിടെ എല്ലാം പൂർണ്ണമായിട്ടും ചുറ്റും അതിലൂടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതിലൊരു CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഒരു കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു പുട്ടി ടെക്സ്ചർ കൊടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഡിസൈനും കാണാം. നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ മുറ്റത്തേക്ക് വരാം. മുറ്റം ഫുള്ള് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കാണ്. അതുപോലെ ഇവിടെ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ടിൽ നോക്കുവാണെങ്കിൽ 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ നോക്കുവാണെങ്കിൽ ഫുള്ളും ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളിലേക്ക് വരാം. നമ്മുടെ ഫ്രണ്ട് വാതിൽ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ള് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഫുൾ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ വലിയൊരു ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുവാണെങ്കിൽ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ്. അതും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 BLDC ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആറ്റംബർഗ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെക്സ്ചർ കാണാം. അതുപോലെ ഈ ബോർഡർ എല്ലാം കാണുന്നത് തേക്ക് തന്നെയാണ്. വേറൊരു തടി ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നിഷ് കാണാം. 3 നിഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡറും തേക്ക് തന്നെയാണ്. അതുപോലെ നിഷിലെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി TV യൂണിറ്റിലേക്ക് വരാം. ഈ TV യൂണിറ്റ് എല്ലാം തേക്കിൽ തന്നെയാണ്. ഇത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഇനി മുകളിലെല്ലാം ഹാൻഡിൽ വയ്ക്കാറുണ്ട്. അത് പുള്ളി ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ വയ്ക്കാറുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് കളറിലേക്കും ഈ ടെക്സ്ചർ മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ അടുക്കളയിൽ വരുവാണെങ്കിൽ ഇവിടെയും കബോർഡെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൽ തന്നെയാണ്. അതുപോലെ ഫുൾ അപ്പർ ക്യാബിനറ്റും കാണാം. അപ്പോൾ ഇവിടെ അപ്പർ ക്യാബിനറ്റും ലോവർ ക്യാബിനറ്റും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തന്നെയാണ്. വേറെ ഒരു തടികളും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ മുകളിലെല്ലാം ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആക്സസും കിട്ടുന്നുണ്ട്. ഇവിടെ ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബിൻ്റെയും ഏരിയ വരുന്നത്. ആ ഒരു സ്പേസ് കൊടുത്തത് ഇവിടെയാണ്. പിന്നെ കിഴക്ക് ദർശനമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമാണ്, അതിന് എടുത്ത് പറയേണ്ട കാര്യം. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു വലിയ ഫ്രിഡ്ജൊക്കെ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടാതെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ കൂടെ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വർക്ക് ഏരിയയും കൂടെ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. നമ്മുടെ റൂമിലേക്ക് ഒരു ഫോയറിന് അടുത്ത് തന്നെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ആ വാഷ് ബേസ് നിർമ്മിച്ചിരുന്ന സെറ എന്ന ബ്രാൻഡാണ്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിററിൽ തന്നെ അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ട് DB കാണാം. ഇവിടെ DB എല്ലാം PLCB MCB എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് V-Guard എന്ന ബ്രാൻഡാണ്. അതുകൂടാതെ തന്നെ വയർ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വയർസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് V-Guard എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ ഈ ഭിത്തിയിൽ ക്ലാഡിംഗ് ആയിട്ടും അതുപോലെ മുകളിലായിട്ടും ചെയ്തിരിക്കുന്ന WPC പാനലാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലേക്ക് വരാം. റൂമിലേക്ക് ഒരു ഫോയറിലേക്ക് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു നിഷ് കാണാം. നമുക്കിവിടെ എന്തെങ്കിലും ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ ആയിട്ട് ഫുള്ള് കഥവും കണ്ടതെല്ലാം തേക്കിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം. റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അപ്പോക്സി ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. അതുപോലെ മുകളിൽ വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ചും കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാർഡ്രോബിലേക്ക് വരാം. ഇതെല്ലാം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് കാണാം. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ PVC ഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ഗ്രേ തീമിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഭിത്തിയെല്ലാം ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഷവറും ബാക്കി CP ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറ എന്ന ബ്രാൻഡ് തന്നെയാണ്. ക്ലോസറ്റ് ഫ്ലോർ മൗണ്ടഡ് ആണ്, സെറ എന്ന ബ്രാൻഡാണ്. അതുപോലെ വാഷ് ബേസിന് സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ ആയിട്ട് നമുക്ക് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ വയ്ക്കാനുള്ള ഒരു സ്പേസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കി 3 റൂം വരുന്ന മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ സ്റ്റെപ്പിലേക്ക് വരാം. ഇവിടെ ലാൻഡിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഫുള്ള് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ റൈസർ ടൈലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഹാൻഡ് റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും അവിടെ ആയിട്ടും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴക്ക് ദർശനം ആയതുകൊണ്ടാണ് നല്ല തണുപ്പാണ്. അതാണ് വേറൊരു പ്രത്യേകത. പല ആൾക്കാരും പറയാറുണ്ട് വാസ്തു പ്രകാരം കിഴക്ക് ദർശനം വേണം. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന് ഉച്ച സമയത്ത് പോലും നല്ല തണുപ്പാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. എന്നിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് വലിയൊരു പാരലായിട്ടുള്ള ലാൻഡിങ് ഏരിയയിലേക്കാണ്. ഇതും ഗ്രാനൈറ്റ് തന്നെയാണ്.
അതുപോലെ ഇവിടെ ഫുള്ള് ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്, ഒരു പുട്ടി ടെക്സ്ചർ ഇട്ടാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്ത് വേറൊരു കളറിലോട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല ഇവിടുത്തെ ബോർഡർ ഉണ്ട്, ഫുള്ളായിട്ട് ഒരു ബ്ലാക്ക് തീമിലുള്ള കളർ കൊടുത്തിട്ടുണ്ട്, ഫുള്ള് തേക്ക് തന്നെയാണ്. അതുപോലെ തന്നെ വാൾ ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം. അത് വിശാലമായിട്ടുള്ള വലിയൊരു അപ്പർ ലോഞ്ച് ഏരിയയാണ്, അല്ലെങ്കിൽ അപ്പർ ലിവിംഗ് തന്നെ പറയാം, ഒത്തിരി വലുതാണ്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്, ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 3 നിശ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്, മുകളിലേക്ക് ആ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ വേറൊരു കളറിലോട്ട് ചേഞ്ച് ചെയ്യാം. അത് മാത്രമല്ല ഒരു TV കൊണ്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ TV ഉണ്ടാക്കി മാറ്റുകയും ചെയ്യാം. ഇനി നമുക്ക് നേരെ DBയിലേക്ക് വരാം. DB എല്ലാം V-ഗാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ 3 റൂമുകളാണ് വരുന്നത്, അതുകൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. ഈ റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഫോയറും അതുപോലെ നിശ കൊടുത്താൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തേക്ക് തന്നെയാണ്, കഥകും കട്ടിലും എല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരാം. ഈ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ് 12-11 സൈസ് തന്നെ വരുന്നത്, 12 അടി വീതിയും 11 അടി നീളവും വരുന്നത്. അതുപോലെ ഇവിടെ എല്ലാം തേക്ക് തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. മുകളിലെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ, കബോർഡ് നോക്കുകയാണെങ്കിൽ എല്ലാം തേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. ഡോസ് PVC ഡോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുവാണെങ്കിൽ താഴെക്കണ്ട അതുപോലത്തുള്ള ആ ഒരു ടെക്സ്ചർ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെക്കണ്ട അതുപോലത്തെ വാഷ്റൂം ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്, സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, വേറൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 3ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ 3ാമത്തെ റൂം. ഇവിടെയും തടികളൊന്നും യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 13 അടി വീതിയും 11 അടി നീളവും വരുന്നത്. ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് തന്നെയാണ്, വാർഡ്രോബ് എല്ലാം. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 4 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഡോറും PVC ഡോർ തന്നെയാണ്, നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് നോക്കുവാണെങ്കിൽ നല്ല ആൻറ്റി സ്കിഡായിട്ടുള്ള 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ എല്ലാം ഭിത്തിയിൽ ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ലിക്വിഡും അതുപോലെ സോപ്പൊക്കെ യൂസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 4ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് 4ാമത്തെ റൂം. ഈ 4ാമത്തെ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിലും 12-11 തന്നെയാണ്, 12 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം ഈ തേക്കിൻ്റെ തന്നെയാണ് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. വാഷ്റൂമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും 2x2 സൈസിലുള്ള നല്ല ആൻറ്റി സ്കിഡായിട്ട് ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം ബോക്സ് എടുത്തിട്ടുണ്ട്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും ഈ ലിക്വിഡോ സോപ്പൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്, ഇപ്പം കൺജസ്റ്റഡ് അല്ല, അതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ വിശാലമായിട്ടുള്ള വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 റൂമിൻ്റെയും കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം GI ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ GI ഷീറ്റിൽ CNC കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടേക്കും അങ്ങനെ തന്നെയാണ്, ഫുള്ള് CNC കട്ടിങ് ആണ്. ഇവിടെ തൂണ് നേരത്തെ പറഞ്ഞല്ല, ആ ഒരു പുട്ടി ടെക്സ്ചറാണ്. നമുക്ക് ഇതിൻ്റെയും കളർ നമുക്ക് വേറെ കളറിലാണെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നതാണ്. ഇവിടെ ടോട്ടലി 6 പുതിയ വീട്ടിലാണ് ഉള്ളത്. അതിൽ ഒരെണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 വീട്ടിലും ആൾ താമസമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ ഡ്രസ്സിലെ കാഴ്ചയിൽ വെക്കാം, അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് വരാം. നല്ല വെയിലുണ്ട്. ഇവിടെ ടോട്ടലി നോക്കുവാണെങ്കിൽ 1900 സ്ക്വയർ ഫീറ്റാണ്, 4 ബെഡ്റൂമാണ്. അതുപോലെ തന്നെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് തന്നെ ഒരു ഏരിയ കൊടുത്തിട്ട് അവിടെ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയൊരു കോട്ടിങ് ചെയ്തിട്ടുള്ളൂ, വേണമെങ്കിൽ ഒരു കോട്ട് കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ ഏരിയയിൽ മെയിൻ ബസ് റൂട്ടിന് വളരെ അടുത്താണെങ്കിൽ പോലും ഇവിടെ ചുറ്റാകെ മരങ്ങളുണ്ട്. ഓപ്പോസിറ്റ് നോക്കിയാൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ തണുപ്പാണ്. അതുകൂടാതെ ഈസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് നമുക്കതൊരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 85 ലക്ഷം രൂപയ്ക്കകത്ത് ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് ഈ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്